ഷെഡിങ് സമയത്ത് ഒരു വിഷയം ചേച്ചിയുടെ വീട്ടിൽ എന്ത് സംഭവിക്കും? കറണ്ട് കിട്ടില്ല അല്ലേ? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ കറണ്ട് കട്ടിന്റെ സമയത്ത് എന്താ സംഭവിക്കുക? കറണ്ട് കിട്ടില്ല. നിങ്ങൾ വാക്കുകൾ മാറ്റിയിട്ട് കാര്യമില്ല. എനർജി കറണ്ട് വൈദ്യുതി വീട്ടിൽ കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ള പ്രശ്നം കഴിഞ്ഞില്ല. ഇവിടെ പ്രധാനമന്ത്രി എനിക്ക് പറഞ്ഞില്ല, പ്രധാനമന്ത്രിയുടെ സൂര്യഘർ ബിജിലി മുഫ്ത് എന്ന് വെച്ചാൽ ഫ്രീ എന്നാണ് അർത്ഥം. അതായത് ഫ്രീ ആയിട്ട്. എന്റെ സംശയത്തിലേ ഉള്ളൂ. ശ്യാം പറയുന്നത് നമ്മള് ഈ വൈദ്യുതി അധികം കിടക്കുന്നതാണ് ബംഗ്ലാദേശിൽ കൊടുത്തു തുടങ്ങി. നല്ല കാര്യം. പക്ഷെ നമ്മുടെ ഈ കേന്ദ്ര ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. നിങ്ങളാ പറയണ്ടത്. സോളാറുമായി അല്ലല്ല, ഇത് പറഞ്ഞേ നമ്മുടെ ഇന്ത്യ വളരെ ഈ ഇലക്ട്രിസിറ്റി ഇത്ര ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നത് അർത്ഥം വരും. കേന്ദ്ര പൂൾ ആവശ്യത്തിന് പ്രൊമോഷൻ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിന് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം യൂട്ടിലിറ്റി സ്കെയിൽ ചെയ്യുന്നതിന് 30% വരെ സബ്സിഡി വരെ കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ 10 വർഷത്തിൽ ബാക്കി സംസ്ഥാനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ മുന്നോട്ട് പോയപ്പോൾ ഒരു 3 മാസം മുമ്പാണ് ഗുജറാത്തിൽ 3300 മെഗാവാട്ട് അവറിന്റെ ബാറ്ററി എനർജി സ്റ്റോറേജ് അദാനി ഉദ്ഘാടനം ചെയ്ത്. ഇവിടെ കഴിഞ്ഞ വർഷം മാത്രമാണ് മൈലാട്ടിയിലത്തെ ഒരു ചെറിയ പ്രോജക്ട് തുടങ്ങിയിരിക്കുന്നത് 500 മെഗാവാട്ട് അവർ. അതായത് സോളാർ ഗ്രാമങ്ങൾക്ക് ഒരു ജില്ലയിൽ ഒരു ഗ്രാമം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ 1 കോടി രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ടെന്ന്. വീടുകളിൽ നിങ്ങൾക്ക് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ 78,000 രൂപ സ്റ്റോറേജിന് അങ്ങനെ സംഭവമുണ്ടോ? ഇതിലെ ഇൻഫർമേഷൻ ഒന്നും ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നല്ല പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. PM സൂര്യഘർ, PM കുസും മുതലായ പദ്ധതികൾ. താങ്കളുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ ബസ് പോലെയുള്ള സമ്പ്രദായങ്ങൾ ഈ കേരളത്തിൽ വരാം, കാരണം അതൊരു ശരിക്കും ഒരു ദീർഘദൃഷ്ടി ഇല്ലായ്മയാണ്. കാരണം ആളുകൾക്കെല്ലാം സോളാർ വെക്കണം എന്നുള്ള അവബോധം വന്നിട്ടുണ്ട് കറണ്ട് ബില്ല് കൂടിയപ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ബാറ്ററി എനർജി സ്റ്റോറേജിന് വേണ്ടിയുള്ള കാര്യങ്ങൾ KSEB വളരെ ഏറ്റവും ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ ആ ചിന്ത വന്നിരിക്കുന്നത്. മൈലാട്ടിയിൽ ഇപ്പൊ 125/4 500 മെഗാവാട്ടിന്റെ അങ്ങനെ 3 പ്രോജക്റ്റുകൾ ഇപ്പൊ കേരളത്തിൽ ബേസിക് മെയിൻ ആയിട്ട് നടക്കുന്നുണ്ട്. ഈ പ്രോജക്റ്റുകൾ പോലും ഈ സെപ്റ്റംബറിലാണ് മൈലാട്ടി കമ്മീഷൻ ചെയ്യേണ്ടത്. ഇന്നിപ്പോ വാർത്ത വന്നിട്ടുണ്ട് അത് ഡിസംബറിലോട്ടായി എന്നുള്ളത്. ഇവിടെ കൊണ്ടുവന്ന ബാറ്ററി അത് ഗുജറാത്തിലത്തെ വേറൊരു പ്ലാന്റിലോട്ട് വേണ്ടി ആ ബാറ്ററി